السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരിൽ ഉൾപ്പെടണേ എന്നാമുഖമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൻ നജ്മിലെ 48, 49, 50, 51 വചനങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وأنه هو أغنى وأقنى وأنه هو رب الشعرى وأنه أهلك عادا الأولى وثمود فما أبقى وقوم نوح من قبل إنهم كانوا هم أظلم وأطغى والمؤتفكة أهوى فغشاها ما غشى فبأي آلاء ربك تتمارى هذا نذير من النذر الأولى. വഅന്നഹു ഹുവ അഗ്ന വഅഖ്ന, അവൻ തന്നെയാണ് നിങ്ങളെ ധന്യനാക്കുന്നതും ദരിദ്രനാക്കുന്നതും. അല്ലെങ്കിൽ അവൻ തന്നെയാണ് നിങ്ങളെ ധനികനാക്കുന്നതും തൃപ്തനാക്കുന്നതും. അഥവാ ആത്മീയമായ ധന്യതയും. ആ ധന്യത ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് എന്ത് ലഭിച്ചാലും വഖന്നഅഹുല്ലാഹു ബിമാ ആതാഹ്, എന്താണോ നൽകപ്പെട്ടത്
അതിൽ തൃപ്തി അടയുക എന്ന രണ്ട് അർത്ഥത്തിലും അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദീകരിച്ചതാണ്. അതേസമയം ഭൗതികമായ ധന്യതയാണെങ്കിലോ ഒരിക്കലും തൃപ്തി ഉണ്ടാവൂല. വല യംലഉ ഫാഹു ഇല്ല തുറാബ്. ആദം സന്തതിയുടെ വായ നിറക്കുന്നത് മണ്ണ് മാത്രമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുവരെ ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിടം സന്ദർശിക്കുന്നത് വരെ, ഖബറാളിയാകുന്നത് വരെ ഭൗതികതയോടുള്ള പ്രതിബദ്ധത, അതിനോടുള്ളൊരു ഭ്രമം മനുഷ്യനുണ്ടാകും എന്നാണ്. വഅന്നഹു ഹുവ റബ്ബു ശിഅറ. അവനാണ് റബ്ബു ശിഅറ. ശിഅറ എന്ന നക്ഷത്രത്തിന്റെ, ചോതി നക്ഷത്രം എന്നൊക്കെ പറയുന്ന സൂര്യനിൽ നിന്ന്, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൂര്യനിൽ നിന്ന് 8 പ്രകാശവർഷം അകലെയാണ് ഈ നക്ഷത്രം. അതിന്റെ റബ്ബവനാണ് എന്ന് പറഞ്ഞാൽ, അത്രയും വലിയൊരു നക്ഷത്രത്തിന്റെ റബ്ബവനാണ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയൊക്കെ രക്ഷിതാവനാണ് എന്നുള്ള ഒരു സന്ദേശമാണത്. അന്നഹു അഹ്ലക ആദൻ അൽ ഊല. ആദ്യത്തെ ആദ് സമുദായത്തെ, ആദൽ ഊല ആദ് സാനിയ എന്ന് പറയുന്ന 2 സമുദായത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ ഹൂദ് നബിയുടെ സമുദായത്തെക്കുറിച്ച്, അതേപോലെ തന്നെ സമൂദ് ഗോത്രത്തിന്റെ സ്വാലിഹ് നബിയുടെ സമുദായത്തെക്കുറിച്ച്. അപ്പൊ അവരൊക്കെ നശിപ്പിച്ചതും അവൻ തന്നെയാണ്. അവരെ അവൻ നശിപ്പിച്ചു എന്ന് പറയുമ്പോ ഫസാദഹും ഫിൽ ബസ്തി വൽ ഖുവ്വ, അവരെപ്പോലെ ആരോഗ്യവും അതേപോലെ തന്നെ ആഹാരവും നൽകപ്പെട്ട ഒരു ജനതയില്ല. അപ്പൊ അത്രയും വിശാലമായ രൂപവും കഴിവും എല്ലാം ഉണ്ടായിട്ടും അവരെപ്പോലും അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഒന്ന് പിടിക്കാൻ അള്ളാഹ്ക്ക് എന്താണ് ഇത്ര പണിയെന്നാണ് ചോദിക്കുന്നത്, അല്ലെ? ഒരു ലോകം മുഴുവൻ, ഭൂമിയിലുള്ള നാടുകൾ മൊത്തം ലോക്ക്ഡൗൺ ആക്കാൻ അള്ളാഹ്ക്ക് ഒരു സെക്കൻഡ് മതിയായി. ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ ജീവിയുടെ അണുവിന്റെ, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിന്റെ സൃഷ്ടിപ്പ് കൊണ്ട് സാധിച്ചു. ജുനൂദ റബ്ബിക ഇല്ലാഹു. അപ്പോ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ പടച്ചവന് നിമിഷ നേരം മതിയെങ്കിൽ, സ്വന്തത്തിൽ അഹന്ത നടിക്കുന്ന, അഹങ്കാരം നടിക്കുന്ന, താൻ പോരിമ നടിക്കുന്ന മനുഷ്യ, നിന്നെ ലോക്കാക്കാൻ പടച്ചവന് അധിക സമയമൊന്നും വേണ്ട. ആ പാഠമാണ് നൽകുന്നത്. ഇത്രയും വലിയ ആദ് സമുദായത്തെയും സമൂദ് ഗോത്രത്തെയൊക്കെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വളർന്നാലും അവരുടെ അടുക്കലേക്ക് എത്തില്ലല്ലോ. 100 മുഴം നീളം ഒരു മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വലുപ്പമാണത്. എന്നിട്ടാണോ ഈ 5 അടി 5 ഇഞ്ച് നീളമുള്ള ഈ നമ്മൾ അഹങ്കരിക്കുന്നത്? വസമൂദ ഫമാ അബ്ഖ. സമൂദ് ഗോത്രത്തെയും ഫമാ അബ്ഖ, ഒരെണ്ണത്തിനെ പോലും അള്ളാഹു ബാക്കി വെച്ചിട്ടില്ല, എല്ലാം പിടിച്ചു. വഖൗമ നൂഹിൻ മിൻ ഖബ്ൽ ഇന്നഹും കാനൂ ഹും അദ്ലമ വഅത്ഗാ വൽ മുഅ്തഫികത അഹ്വാ. ഈ ആയത്തിൽ 2 പ്രധാനപ്പെട്ട സമുദായത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒന്ന്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത. മനുഷ്യവംശത്തിന്റെ 2ാം പിതാവ് എന്നാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അൽ അബുസാനി ലിൽ ബശരിയ. എന്തുകൊണ്ടാണത്?
നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇടയിൽ അശറത്ത ഖുറൂൻ 10 തലമുറ 1000 വർഷത്തെ ജനത കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ 80ഓളം ഏറ്റവും പ്രബലമായ റിപ്പോർട്ട് അനുസരിച്ച് ആ തലമുറ നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന 80 ആളുകൾ, അദ്ദേഹത്തിൽ വിശ്വസിച്ച 80 ആളുകൾ, അവരല്ലാത്തവരെല്ലാം നശിപ്പിക്കപ്പെടുകയാണ്. പിന്നീട് അവരിൽ നിന്നാണ് പുതിയ ജനറേഷൻ വരുന്നത്. അപ്പോൾ രണ്ടാം തലമുറ, രണ്ടാം പിതാവ് എന്നാണ്. എന്തുകൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം രംഗപ്രവേശനം ചെയ്തത്? ലാമക്ക് എന്ന ഒരു പിതാവിന്റെ പുത്രനായി നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിരിക്കാൻ കാരണം എന്താണ്? 10 തലമുറ കഴിഞ്ഞു പോയത് വിശ്വാസപരമായ അപജയങ്ങളൊന്നും സംഭവിക്കാത്ത രൂപത്തിലായിരുന്നു. പിന്നീട് നൂഹ് നബി അലൈഹി ഇസ്ലാം വരുന്ന ആ ജനതയുടെ മുമ്പ് ജീവിച്ചിരുന്ന ചില മഹാന്മാർ, വദ്, സുവാ, യഗൂത്ത്, യഊഖ്, നസർ, ഇവരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അവർ അധപ്പതിച്ചു. ഇവരൊക്കെ മഹാന്മാരാണ്. അസ്മാഉ റിജാലിൻ സ്വാലിഹീന ഫീ ഖൗമി നൂഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് പറഞ്ഞതാണ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരാണ് അവർ. അവർ മരണപ്പെട്ടപ്പോൾ പിശാച് അവരിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവരൊക്കെ മഹാന്മാരാണ്, ഇവരുടെ സ്മരണ നമുക്കിവിടെ നിലനിർത്തണം. അല്ലെ? അങ്ങനെയാണല്ലോ ഇപ്പൊ ഇന്നും. ഏത് ചത്ത പട്ടിയെ കുഴിച്ചിട്ടിട്ട് അവിടെ ചാറം പൊക്കിയാലും അവിടെ പോയിട്ട് പ്രസംഗിക്കുക മഹാന്മാരുടെ മഹത്താണ്. ഈ മഹാനും ആദരവും ഒക്കെ പറഞ്ഞിട്ടാണ് പൊതുജനത്തെ ചൂഷണം ചെയ്യാറുള്ളത്. അന്നും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ മഹാന്മാരാണ്, അതുകൊണ്ട് ഇവരെ നിങ്ങൾ വിസ്മരിച്ചാൽ അത് മഹാപാപമായി മാറും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കണം. ആരാധിക്കൊന്നും വേണ്ട, പ്രാർത്ഥിക്കൊന്നും വേണ്ട. ഫലം തുഅബദ്, അവർ ആരാധിച്ചിട്ടൊന്നുമില്ല. അവരെ ഓർക്കാൻ വേണ്ടി അവരുടെ രൂപത്തിൽ ചില സ്തൂപങ്ങള്, അതേപോലെ തന്നെ രൂപങ്ങള് ഒക്കെ ഉണ്ടാക്കി. പിന്നീട് വന്ന തലമുറക്ക് എന്തിനാണിത് വെച്ചത് എന്നുള്ള വിജ്ഞാനം നഷ്ടപ്പെട്ടു. അവര് ഇവരെ മഴയ്ക്ക് വേണ്ടിയും ക്ഷാമം നീങ്ങിക്കിട്ടാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് മാറി, ആരാധിച്ചു. അവിടെയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞത്, ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങൾ അഅ്ബുദുല്ലാഹ് വത്തഖൂഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹ്, അല്ലാഹനെ മാത്രം ആരാധിക്കണം, അല്ലാഹു അല്ലാത്തൊരു ആരാധ്യൻ നിങ്ങൾക്കില്ല. അപ്പൊ എന്താണ് അവർ പറഞ്ഞത്? വഖാലു ലാ തദറുന്ന ആലിഹത്തക്കും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂഥ വയഊഖ വനസ്റ. ഇല്ല, ഒരിക്കലും ഇതിനെ നിങ്ങൾ ഒഴിവാക്കരുത്. വദ്ദിനെ ഒഴിവാക്കരുത്, സുവാഇനെ ഒഴിവാക്കരുത്, യഗൂത്തിനെയും യഊഖിനെയും നസ്റിനെയും. എന്ത് കാരണം? ഇവര് നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്നവരാണ്. അവരിലൂടെ പല നേട്ടങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഷിർക്കിലൂടെ, അതാണ് ഷിർക്കിന് കിട്ടുന്ന ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലെ അഗ്നിയിലേക്ക് എറിഞ്ഞപ്പോ അതിൽ കത്തിക്കാനുള്ള ഇന്ധനം കിട്ടാൻ വേണ്ടി, ഇന്ധനത്തിന് വേണ്ടി വിറക് കെട്ടുകൾ നേർച്ചയാക്കിയ സ്ത്രീകളുണ്ട് ഗർഭം ചുമക്കാൻ വേണ്ടി. അവരുടെ ബിംബങ്ങളുടെ പേരിൽ ഗർഭം ചുമക്കാൻ, ഗർഭിണിയാകാൻ വേണ്ടി വിറക് കെട്ടുകൾ നേർച്ചയാക്കിയ സ്ത്രീകളുണ്ട്. മഹാനായ ഇമാം ത്വബരി, തഫ്സീർ ത്വബരിയിലൊക്കെ ആ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്.
എന്ന് മാത്രമല്ല, അതുകൊണ്ട് അവർക്ക് കുട്ടികളെ ലഭിച്ചു എന്നും പറയുന്നു. അതല്ല, അതെന്തുകൊണ്ടാണ്? അതാണ് വനുംലീലഹും ഇന്ന കൈദി മത്തീൻ. അള്ളാഹ് വിളിച്ചു കൊടുത്തിട്ട് വന്നില്ലെങ്കിൽ പോണോട്ട് കണ്ടു തൊലിക്കും. നിങ്ങൾ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എന്നോട് മാത്രമാണ് എന്ന് അള്ളാഹു പറഞ്ഞു. അത് വിട്ട് താന്തോന്നിയായി ജീവിക്കാൻ പടച്ചവന്റെ നിയമങ്ങൾ ലംഘിച്ചാൽ അവനും അള്ളാഹു അതാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ. റഹീം എന്ന സിഫത്തിനേക്കാൾ വിശാലമാണ് റഹ്മാൻ. കാരണം അവിടെ കണ്ടീഷൻ ഇല്ല. എന്നെ അനുസരിക്കണേ, എന്നെ എൻ്റെ നിയമങ്ങൾ അനുസരിച്ചാൽ മാത്രമേ ഞാൻ അനുഗ്രഹം നൽകുന്നില്ല. ധിക്കരിക്കുന്നവർക്കും കൊടുക്കും. അങ്ങനെയാണ് അത് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള പല നേട്ടങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് ഇവർ ഒഴിവാക്കാൻ പാടില്ല. ഇതായിരുന്നു ആ ജനതക്ക് അവരുടെ മലഅുകൾ, പ്രമാണിമാർ നൽകിയ നിർദ്ദേശം. അങ്ങനെയാണ് ശിർക്ക് അവരിൽ വ്യാപൃതമായി. യഥാർത്ഥ വിശ്വാസം അവരിൽ നിന്ന് അപ്രത്യക്ഷമായി. അവരെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗം അതിലൂടെ സഞ്ചരിച്ച് വന്നിരുന്നതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അതിന്റെ കാരണം പിതാക്കന്മാരോടുള്ള അമിതമായ സ്നേഹം, പ്രമാണങ്ങൾ നോക്കാതെ അന്ധമായ അനുകരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞു, വകദാലിക മാ അർസൽനാ മിൻ ഖബലിക ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫൂഹാ ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മ വഇന്നാ അലാ ആസാരിഹിം മുഖ്തദൂൻ. നൂഹ് നബി അലൈഹി സ്വലാം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാർക്കും കേൾക്കേണ്ടി വന്ന ഒരു ആരോപണമാണ്. ഇല്ലാ ഖാല മുത്രഫൂഹാ, അവിടുത്തെ തറഫിന്റെ ആളുകൾ. തറഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടറഫ് ഉണ്ടല്ലോ, ഉല്ലാസത്തിന്റെയും ജോളിയടിച്ച് തോന്നിയതുപോലെ ജീവിക്കുക, നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകല്ല. അങ്ങനെയാണ് ഇത്തരം സ്ഥലങ്ങളൊക്കെ പൊന്തി വരുന്നത്. ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ ആഡംബരമായി മാറിയാൽ അത് ഏത് രംഗത്തായാലും, കളിയിലായാലും വിനോദത്തിലായാലും വിവാഹത്തിലായാലും അത് വല്ലാത്ത ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, യാതൊരു സംശയവും വേണ്ട. ഇതിനൊക്കെ കാരണം എന്താണ്? ഇന്നാ വജദ്നാ ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിതാക്കന്മാരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുക, അല്ലേ? ഇപ്പൊ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. കുട്ടികളുടെ ബർത്ത്ഡേ വലിയ സംഭവമായിട്ട് നമ്മൾ ആഘോഷിക്കും. ഇത്ര കാലം നമ്മൾ ആഘോഷിക്കുക, ഒരു ടീനേജ് വരുന്നത് വരെയൊക്കെ നമ്മൾ ആഘോഷിക്കും. പിന്നെ ഒരു 18-19 വയസ്സൊക്കെ കഴിഞ്ഞ് 19-20 വയസ്സായി കോളേജിലൊക്കെ പഠിച്ച് കോളേജ് കുമാരനാകുമ്പോൾ കൂട്ടുകാർ തീരുമാനിക്കും, അത് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ മുട്ടക്കേക്കൊന്നും ഉണ്ടാക്കിയാൽ ശരിയാവുന്ന കാര്യമില്ല, നമുക്കൊന്ന് വിപുലമാക്കണം ആഘോഷം. അപ്പൊ വിപുലമാക്കും. അപ്പോൾ 500 രൂപയിൽ ഒതുങ്ങിയിരുന്ന ആഘോഷത്തിന് 5000 വേണ്ടി വരും. കാരണം തറഫിലേക്ക് മാറുകയാണ്, ആഡംബരമാണ് പിന്നീട്. അങ്ങനെയാണ് ഇതിന്റെ പേരിൽ ഈ അടുത്ത് കോഴിക്കോട് ടൗണിൽ നിന്ന് അമിതമായ ആഹ്ലാദത്തിന് വേണ്ടി ഡ്രഗ്സും നാർക്കോട്ടിക്സും അതുപോലുള്ളതൊക്കെ വെച്ച് ആഘോഷിച്ച് അവസാനം പിടുത്തം വിട്ടു, ജയിലിൽ വരെ കിടക്കേണ്ടി വന്നു. മാതാപിതാക്കൾ നെഞ്ചത്തടിച്ച് വിലപിക്കുന്ന കാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. ഇതാണ് കുട്ടികൾ പൂർവികരുടെ അനുകരിച്ചു. പൂർവികർ തുടങ്ങി വെച്ചിടത്തുനിന്നൊക്കെ വിട്ടു, പിടുത്തം വിട്ടു എന്ന് പറഞ്ഞില്ലേ, ഇതാണ്. എല്ലാം പിടുത്തം വിടും. അള്ളാഹുവിന്റെ നിയമം ലംഘിച്ചാൽ എല്ലാം പിടുത്തം വിടും. നമ്മൾ പിടിച്ചാൽ കിട്ടൂല. അത് മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദുന. ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളും അതിന്റെ അപജയങ്ങൾ പണ്ഡിതന്മാരിലൂടെ ആരംഭിക്കും, അവരിലേക്ക് തന്നെ അതിന്റെ ആഘാതങ്ങൾ തിരിച്ചു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പിടുത്തം വിട്ടു പോണത്. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞിട്ട് 1-2 ആളുകളൊക്കെ പരിചയപ്പെടുത്തി അവസാനം കാണുന്നവരൊക്കെ മുദബ്ബിറുൽ ആലം ആവാൻ തുടങ്ങി.
പിന്നെ അതിനെതിരെ അവർക്ക് തന്നെ രംഗത്ത് വരേണ്ടി വന്നു. സ്ത്രീധനം ഹലാലാണെന്ന ഫത്വ കൊടുത്തു, അവിടുന്നും പിടുത്തം വിട്ടു. അത് പല രൂപത്തിലേക്ക് വ്യതിചരിച്ചപ്പോൾ അവസാനം അതിനെതിരെ രംഗത്ത് വരേണ്ടി വന്നു. നേർച്ചക്കൊക്കെ തുടക്കം കുറിച്ചു. അവസാനം നേർച്ച കയ്യിൽ നിന്ന് പോയി കണ്ടപ്പോൾ നേർച്ചയിൽ അനാചാരങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരേണ്ടി വന്നു. സത്യത്തിൽ അങ്ങനെ രംഗത്ത് വരേണ്ട ആവശ്യമില്ല. അനാചാരാണെങ്കിൽ ആ ഔലിയപ്പാപ്പനെ നിയന്ത്രിക്കൂലേ? അത് കഴിയണില്ല. എൻ്റെ കബറിൻ്റെ അടുത്ത് അനാചാരം പാടില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല? ഇപ്പൊ ഇന്നലെ ഒരു തിരൂരില് ആ ഭാഗത്ത് കുറ്റിപ്പുറം, വളാഞ്ചേരി കുറ്റിപ്പുറ ഭാഗത്ത് ഒരു മക്ബറയിൽ നിന്ന് പണം അടിച്ചു മാറ്റി ഒരാള്. എന്നിട്ട് അയാളെ പിടിച്ചതോ CCTV ക്യാമറ വെച്ചുകൊണ്ടാണ്. ക്യാമറ നോക്കിയിട്ടാണ്, ദൃക്സാക്ഷികളെ കണ്ടിട്ടൊക്കെ. അപ്പോൾ ഔലിയപ്പാപ്പാക്ക് പറയാൻ പറ്റുന്നില്ല. മോഷ്ടിക്കുമ്പോൾ പിടിക്കണ്ട ഔലിയപ്പാപ്പ, എന്റെ പണമാണ്, എന്റെ അടുക്കൽ നിന്നുള്ള ഗുണം പ്രതീക്ഷിച്ചിട്ട് എന്റെ ഭക്തന്മാർ കൊണ്ടുവന്നിട്ടതാണ്, അത് കൊണ്ടുപോകാൻ നിനക്ക് അധികാരമില്ല, നിന്നെ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് അപ്പ പിടിക്കണ്ടവനെ. അത് കഴിയണില്ല. അവിടെ കറാമത്ത് പ്രകടിപ്പിക്കാൻ CCTVക്കേ സാധിച്ചിട്ടുള്ളൂ. നിസ്സഹായരാണ്. അപ്പൊ എല്ലാ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അപജയങ്ങളും അതിനൊക്കെ തുടക്കം കുറിക്കുന്നത് ഇതുപോലുള്ള നാട്ടുപ്രമാണിമാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവർ ജനങ്ങളെ ഇളക്കി വിടുക. എങ്ങനെയാണ്? ഇന്ന വചദിന ആവാ അന അല ഉമ്മ, ഞങ്ങളെ പിതാക്കന്മാരൊക്കെ നല്ല കൂട്ടായ്മയിലും സെറ്റപ്പിലും കൊണ്ടുവന്നിരുന്ന ആചാരങ്ങളാണിത്, അങ്ങനെയാണ് ഞങ്ങളിത് കണ്ടത്. പൈന അല ആസാരിഹിം മുഖ്തദൂൻ, ഞങ്ങൾക്ക് അവരുടെ പൈതൃകം മതി. ഓല് പേച്ചോരാങ്കിൽ ഞങ്ങളും പേച്ചോട്ടെ, ഓല് നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കോട്ടെ എന്ന് വരെ പറയുന്നു. മഅദല്ലാഹ്. ഇതാണ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ നേരിടേണ്ടി വന്നത്. പക്ഷേ പ്രബോധനം അദ്ദേഹം തുടർന്നു. ഫലബിസ ഫീഹി അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ, 950 വർഷം പ്രബോധനം നടത്തി. ഫലബിസ ഫീഹിം അൽഫ സന, 1000 വർഷം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇല്ല 50 ആമൻ, അതിൽ നിന്ന് 50 കുറച്ചു. എന്താ നേർക്ക് നേരെ 950 എന്ന് പറയാതെ 1000 പറഞ്ഞിട്ട് പിന്നെ 50 കുറക്കുന്നത്? അവിടെ മുഫസ്സിറുകൾ പറയുന്നത് അൽഫ സനത്തി എന്ന് പറഞ്ഞ സനത്ത് എന്നത് അറബിയിൽ ക്ഷാമ വർഷത്തിനാണ് ഉപയോഗിക്കുക. പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് കലുഷിതമായ അന്തരീക്ഷം. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രബോധന കാലഘട്ടം മുഴുവനും പ്രക്ഷുബ്ധമായിരുന്നു, സനത്തായിരുന്നു. എന്നാൽ ഇല്ലാ 50 ആമൻ, 50 വർഷം, 50 ആമാണ് ഉപയോഗിച്ചത്. ആം എന്ന് പറഞ്ഞാൽ ക്ഷേമവർഷമാണ്, സന്തോഷത്തിന്റെ കാലമാണ്. പുതുവത്സരാശംസകൾ നേരുമ്പോൾ കുല്ലു ആമീൻ വ അൻതും ബിഖൈർ എന്ന് പറയാം. അവിടെ ആമാണ് ഉപയോഗിക്കുക, സനത്തല്ല. 950 വർഷം കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടുള്ള 50 വർഷങ്ങള് ക്ഷേമകാലമായിരുന്നു. വിശ്വാസികൾ മാത്രമുള്ള, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനതയെ വാർത്തെടുത്തു. അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത് എന്നാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹത്തെ അവർ അവഗണിച്ച് നിരാകരിച്ചപ്പോൾ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. പടച്ചവനെ, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഇവരെ നീ വെച്ചേക്കരുത്, നീ ഇവരെ വിട്ടേച്ച് പോയാൽ നിന്റെ യഥാർത്ഥ അടിമകളെ ഇവർ പിഴപ്പിക്കും. ഇവരുടെ തലമുറയിൽ നിന്ന് ഉയർന്നു വരുന്നതും നിഷേധികളും താന്തോന്നികളുമായിരിക്കും. അപ്പൊ അള്ളാഹു പറയാണ്, യാ നൂഹ് ഖാല നൂഹുൻ റബ്ബി ലാ തദർ അലൽ വയസ്നഇൽ ഫുൽക, കപ്പലുണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മരുഭൂമിയിൽ വെച്ച്, വിജനമായ മരുഭൂമിയിൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഇങ്ങനെ കപ്പലുണ്ടാക്കുമ്പോൾ, കപ്പലിന് ചരിത്രം പറയുന്നത് 300 മുഴം നീളവും 30 മുഴം വീതിയും 50 മുഴം നീളവും ഒക്കെ ഉണ്ടായിരുന്നുള്ള ഒരു കപ്പൽ, ഭീമാകാരമായ വജഅൽനാഹ ആയത്തൽ ലിൽ ആലമീൻ എന്നുള്ളാഹു അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ ലോക ജനതക്ക് നാം ഒരു ദൃഷ്ടാന്തമാക്കി എന്നുള്ളതാണ്. അറാറാത്ത് പർവ്വത നിരകളിലുള്ള ജൂതി പർവ്വതത്തിലാണ് ആ കപ്പൽ നങ്കൂരമിട്ടത്.
പക്ഷെ അത് നിർമ്മിച്ചത് മരുഭൂമിയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഈ കപ്പൽ നിർമ്മാണത്തിന്റെ പ്രവർത്തനം കണ്ടപ്പോൾ അവർ കളിയാക്കിയത് കുല്ലമാ മറ അലൈഹിൽ മലഉ മിൻ ഖൗമി, നേരത്തെ പറഞ്ഞ ഈ പ്രമാണിമാര്, ആഡംബരത്തിന്റെ ആളുകള്, സഖിറൂ മിൻഹു, ഇദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. ഇതുവരെ ദഅവത്തും പ്രബോധകനുമായിരുന്നു, ഇപ്പൊ ആശാരിപ്പണി തുടങ്ങിയിരിക്കുന്നു എന്ന് വരെ അവർ പറഞ്ഞു എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഞങ്ങളും പരിഹസിക്കും എന്ന്. ഈ കപ്പൽ കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിങ്ങൾ വിലപിക്കുമ്പോൾ ഞങ്ങൾക്കും പരിഹസിക്കേണ്ടി വരും, ഞങ്ങൾക്ക് നിങ്ങളെ കളിയാക്കി ചിരിക്കേണ്ടി വരും എന്ന് തന്നെ സംഭവിച്ചു. അള്ളാഹു ആകാശഭൂമികൾ തുറന്നു വിട്ടു. ബിമാഇൻ മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന ജലം ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ഒരുപോലെ. വഫാറത്തന്നൂർ എന്ന, അടുപ്പിൽ നിന്ന് പോലും വെള്ളം പൊട്ടിയടിച്ചു. അടുപ്പിൽ തീയാണ്, തീയും വെള്ളവും സംഗമിക്കൂല, പക്ഷേ അവിടെ നിന്ന് പോലും വെള്ളം വന്നു എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു കുത്തൊഴുക്ക് വെള്ളം കൊണ്ട് അവിടെ സംഭവിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ അദ്ദേഹത്തിൽ അവിശ്വസിച്ച ആളാണ്. 4 മക്കളാണല്ലോ അദ്ദേഹത്തിനുള്ളത്, ഹാമ്, സാമ്, യാഫിസ്, കൻആൻ. ഈ കൻആൻ അല്ലാത്ത മറ്റു മക്കളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ കൻആൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. കൻആൻ നൂഹ് നബി അലൈഹി സ്വലാം വിളിച്ചു, മോനെ ഇർക്കബ്ബാന, ഇതാ വെള്ളം പൊങ്ങുന്നു, ഞങ്ങളെ കൂടെ കയറിക്കോ. മോൻ പറഞ്ഞു, ഇല്ല വാപ്പ, സആവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ, എനിക്ക് വെള്ളത്തിൽ നിന്നുള്ള സംരക്ഷണം നൽകാൻ ഇവിടെ പർവ്വതമുണ്ട്, ഞാൻ അതിൽ കയറിക്കോളാം. പാപ്പ പറഞ്ഞു, മോനെ ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ, അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ ഒരു പർവ്വതത്തിനും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഇല്ലാ മർ റഹിം, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. വഹാല ബൈനഹുമൽ മൗജ്, തിരമാലകൾ, ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കെ പാപ്പാക്കും മകനുമിടയിൽ തിരമാലകൾ മറ സൃഷ്ടിച്ചു. വക്കാന മിനൽ മുഗ്റഖീൻ, സ്വന്തം മോൻ മുങ്ങിച്ചാകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, പറച്ചോനെ, ഇന്നഹു മിൻ അഹ്ലി, എന്റെ കുടുംബാണ്, എന്റെ രക്തമാണ്. റസൂൽ അള്ളാഹ് പറഞ്ഞു, ലൈസ മിൻ അഹ്ലിക്, അല്ല, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ഓ സ്വാലിഹല്ല, പിന്നെ എങ്ങനെ നിന്റെ കുടുംബാവും? ആദർശബന്ധമാണ് രക്തബന്ധത്തെക്കാൾ വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ മക്കളൊന്നും ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മത്ത്, അവൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, അവൻ്റെ ഒരു സംരക്ഷണം, അത് കിട്ടിയാൽ പിന്നെ ഒരാളുടെയും ഇസ്മത്ത് നമുക്ക് ആവശ്യമില്ല. പണ്ഡിതന്മാർ അതിൽ നിന്ന് പാഠം എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറയുന്നുണ്ട്. മദാഖിലു ഷെയ്ത്താനെ കുറിച്ച് അവെയർ ആയിരിക്കണം. ഏത് ഭാഗത്തിലൂടെയാണ് പിശാച് മനുഷ്യരിലേക്ക് കടന്നു കയറുക എന്ന് പറയാൻ പറ്റില്ല. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, അറിയണം മനുഷ്യ, നിനക്കും നിന്റെ ഹൃദയത്തിനും ഇടയിൽ ഒരു മറ വീഴും, ഒരു ബാരിയർ വീഴും. പെട്ടെന്ന് സ്വഭാവം മാറും മനുഷ്യൻ, നമ്മളൊക്കെ തെറ്റിപ്പോകും. ചില ആളുകളുടെ സംസാരം കേട്ട, പടച്ചോനെ, ഇവർ ഈ ചങ്ങായി എങ്ങനെ മാറിപ്പോയി, ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങനെയല്ല, ഇതൊക്കെ പടച്ചോൻ നന്മ ചെയ്ത് നന്നായി പോവുക എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ ഒരു തൗഫീക്ക് വേണം. എപ്പോഴത് മറിയാന്നൊന്നും പറയാൻ പറ്റില്ല. ശൈത്താൻ എപ്പോഴാണ് പിഴപ്പിക്കുക എന്ന് പറയാൻ പറ്റൂല. فكيف يزين المعصية بزينة البر والإحسان, മാസിയത്ത് അലങ്കൃതമാക്കി കൊടുക്കും, പുണ്യം ചെയ്യുന്നത് പോലെയാണ് ചെയ്യുക. നമ്മളൊരു നന്മ ചെയ്യാനുള്ള ആവേശം ഉണ്ടല്ലോ, അതേപോലെ മനുഷ്യൻ തിന്മ ചെയ്യും, അവന്റെ ദൃഷ്ടിയിൽ അത് പുണ്യമാണ്. ശൈത്താന് അത് സീനത്താക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ അവൻ്റെ അത് തിന്മയാണെന്ന് അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ അവന് കഴിയില്ല.
അതേപോലെ തന്നെ ലാ യർഗബൂന ഫീ റുകൂബിൻ നജാത്തി വയൻഫിറൂന മിനൽ മുസ്ലിഹീൻ. രക്ഷപ്പെടണം എന്ന് അവനവൻ ആഗ്രഹം വേണം. പുറത്ത് നല്ല വിശ്വാസിയായിട്ട് ചമയാണ്, നമ്മൾ തന്നെയാണ് രക്ഷപ്പെടാനുള്ളത്. കുല്ലുൻ പിന്നെ ഒരു കവി പറയുന്നുണ്ട്, ഓരോ മനുഷ്യനും തർജുന്ന ജാത്ത വലം തസ്ലുക്ക് മസാലിക്കഹ ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണം, രക്ഷപ്പെടണം എന്നാണ്. പക്ഷേ മരുഭൂമിയിലൂടെ കപ്പലോടൂല. ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി. റോട്ടിലൂടെ കപ്പലോടുവോ? കപ്പലോടണമെങ്കിൽ കടലിലേക്ക് ഇറക്കണം, കുറച്ച് അധ്വാനിക്കണം, കുറച്ച് വെള്ളവും ചളിയൊക്കെ ശരീരത്തിലേക്ക് വരും, അങ്ങനെ കുറച്ച് ത്യാഗങ്ങൾ എടുക്കണം. പുറമേക്ക് നടിക്കാൻ ആർക്കും കഴിയും. അതാണ് നിഫാഖ് എന്ന് പറഞ്ഞാൽ. കഅന്നഹും ഖുശുബുൻ മുസന്നദ എന്ന് പറഞ്ഞല്ലോ, ചാരിവെക്കപ്പെട്ട മരത്തടികൾ പോലെ മനുഷ്യൻ അതപ്പതിക്കുന്ന ഒരു രംഗം മുനാഫിക്കുകളെ കുറിച്ച്. യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം. മറ്റുള്ളവരുടെ സംസാരങ്ങളൊക്കെ തനിക്കെതിരാണോ എന്ന് സംശയിക്കും, കാരണം അവൻ്റെ ഉള്ള ആകെ അസ്വസ്ഥമാണ്. അപ്പൊ എന്ത് ശബ്ദം ഉണ്ടായാലും ആര് പറഞ്ഞാലും ഊഹിക്കും എന്നെ കുറിച്ചാണോ. കഅന്നഹും ഖുശുബുൻ മുസന്നദ എന്നതിനെ കുറിച്ച് അള്ളാഹു പറയാണ്. ചാരി വെക്കപ്പെട്ട മരത്തടി പോലെ എന്ന് പറഞ്ഞാൽ അവന് പ്രത്യേക നിലപാടൊന്നുമില്ല. ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു, അതനുസരിച്ച് അങ്ങനെ നീങ്ങുന്നു. മരത്തടിക്ക് അറിയില്ലല്ലോ ഞാനിനിയിപ്പോൾ കട്ടിലാവാനാണോ പോണത്, വാതിലാകാനാണോ, അലമാരയാകാനാണോ, ഡെസ്ക് ആകാനാണോ, ബെഞ്ചാകാനാണോ, ഒന്നും അറിയില്ല. അത് ആശാരിയുടെ കയ്യിൽ കിട്ടിയ ആശാരിക്ക് ഇഷ്ടമുള്ളതൊക്കെ കാട്ടും, അതിനൊക്കെ നിന്നു കൊടുക്കും. എത്ര ഫിറ്റാണ് വിശുദ്ധ ഖുർആനിന്റെ ഉപമകൾ. കാപ്പട്യമുള്ള മനുഷ്യന്റെ അവസ്ഥ അങ്ങനെ, സ്വന്തമായിട്ടൊരു നിലപാടൊന്നുമില്ല, ആരൊക്കെ ഊതി കൊടുക്കുന്നു അതങ്ങനെ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ശൈത്താൻ അതൊക്കെ തന്നെയാണ് നല്ല കാര്യം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവസാനം ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നിലവിളിക്കുന്നു, ഇർജിഊനി അഅമലു സ്വാലിഹ, ഇനി ഞാൻ നന്നായിക്കോളാം. ഇതൊരു പാഠമാണ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ. ഇത്ര നല്ല സന്ദേശങ്ങൾ കിട്ടിയിട്ടും ശൈത്താൻ അലങ്കൃതമാക്കി കൊടുത്ത ആ ബിംബങ്ങൾക്ക് കീഴ്വഴങ്ങി വണങ്ങി അവസാനം അവരുടെ വെല്ലുവിളി പോലെ തന്നെ സംഭവിച്ചു. എല്ലാവരും മുങ്ങി നശിപ്പിക്കപ്പെട്ടു. കാന മിനൽ മുഗ്റഖീൻ. അതേപോലെ അതാണ് വഖൗമു നൂഹിൻ മിൻ ഖബൽ ഇന്നഹും കാനൂ ഹും അളമ വഅത്ഗ. അവർ അങ്ങേയറ്റത്തെ അക്രമവും അതിക്രമവും കാണിച്ചു പോയി, പരിധി വിട്ടുപോയി. അതുകൊണ്ടാണ് അള്ളാഹു അവരെ പിടിച്ചു. ലമ്മാ തഗാ അലൈഹിൽ മാ. അവർ പരിധി വിട്ടപ്പോഴോ ജലം അടിച്ചു വിട്ട് അള്ളാഹുവും പരിധി വിട്ടു, ജലം പരിധി വിട്ടു. ഏതാണ് വൽ മുഅ്തഫികത അഹ്വ. മുഅ്തഫികത്ത് എന്ന് പറഞ്ഞാൽ മുൻഖലിബ. എന്താണ് മുൻഖലിബ എന്ന് പറഞ്ഞാൽ? കീഴ്മേൽ മറിക്കപ്പെട്ടത്. അഹ്വ. വൽ മുഅ്തഫികത അഹ്വ. അഹ്വ എന്ന് പറഞ്ഞാൽ അസ്കത്ത, അവരെ വീഴ്ത്തി അള്ളാഹു. കീഴ്മേൽ മറിക്കപ്പെട്ട ജനത ആരാണ്? അതാണ് ഖൗമു ലൂത്ത്. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കീഴ്മേൽ മറിക്കപ്പെട്ട പ്രവർത്തനായിരുന്നു. അതാണ് മുഅ്തഫികത്ത്. വൽ മുഅ്തഫികത്തു ബിൽ ഖാത്തിഅ എന്നവരെ കുറിച്ച് പറഞ്ഞത്. അഫക്ക എന്ന് പറഞ്ഞാൽ കലബ, മറിച്ചു എന്ന. അവര് ചെയ്തത് എന്താണ്? വജഅൽനാ ആലിയഹ സാഫിലഹ. പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു, അപ്പൊ അവർ കീഴ്മേൽ മറിച്ചു. വജഅൽനാ ആലിയഹ, അവരുടെ മുകൾ ഭാഗം സാഫിലഹ. ജിബ്രീൽ അലൈഹി സ്വലാം ചിറക് കൊണ്ട് വന്ന് നമ്മൾ അപ്പം മറിച്ചിടുന്നത് പോലെ അങ്ങോട്ട് കോരി മറിച്ചിട്ടു. കാരണം ആന്റി നേച്ചർ, പ്രകൃതി വിരുദ്ധമാണ് അവരുടെ പ്രവർത്തനം. അപ്പോൾ പ്രകൃതിയെ തന്നെ വിരുദ്ധമാക്കിയിട്ട് അവരെ നശിപ്പിച്ചു. അതാണ് മുഅ്തഫികത്ത്. എന്നും അവിടെ ഒരു ദൃഷ്ടാന്തമായി കിടക്കുകയാണ്. സൊദോം നിവാസികളുടെ പ്രദേശം 19 കിലോമീറ്റർ ചുറ്റളവ് കീഴ്മേൽ മറിക്കപ്പെട്ട് ഉപയോഗശൂന്യമായ ഒരു പ്രദേശമായി കിടക്കുകയാണ്. അംതർനാ അലൈഹിം ഹിജാറത്തൻ മൻദൂദ്.
മിൻ സിജ്ജീൽ എന്നൊക്കെ കാണാം. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മിൻ സിജ്ജീലിൻ മൻദൂദ്, അടുക്കി വെക്കപ്പെട്ട ചൂട് കട്ടകൾ കൊണ്ട്, ചുടുകല്ലുകൾ മഴയായി വർഷിച്ചു. മുസവ്വമതൻ ഇൻദ റബ്ബിക് വ അംതർനാ അലൈഹിം മതറൻ ഫസാഅ മതറുൽ മുൻദരീൻ. അവരുടെ മേൽ നാം വർഷിപ്പിച്ച ആ മഴ എന്തൊരു മോശപ്പെട്ട മഴയായിരുന്നു. ഇന്ന് അവിടെ ജലാംശത്തിൽ വളർച്ചയില്ല, ക്ഷമമല്ലത്. മത്സ്യത്തിന് വളരാൻ കഴിയില്ല, സസ്യങ്ങൾക്ക് വളരാൻ കഴിയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയുടെ വംശപരമ്പര നിലനിർത്തുന്നതിന് വേണ്ടി നിശ്ചയിച്ച ആൺ-പെൺ ബന്ധത്തെ സ്വവർഗത്തിലേക്ക് പരിമിതപ്പെടുത്തി പ്രത്യുൽപാദനക്ഷമമല്ലാത്ത അവസ്ഥയിലേക്ക് അവർ മറിച്ച് വകതിരിച്ചു വിട്ടപ്പോൾ ആ പ്രദേശം തന്നെ പ്രത്യുൽപാദനക്ഷമമല്ലാത്ത ഉപയോഗശൂന്യമായ ഒരവസ്ഥയിലേക്ക് അള്ളാഹു അതിനെ മാറ്റി. അതാണ് ഫസാഅ മതറുൽ മുൻദരീൻ. മുന്നറിയിപ്പിന്റെ മഴ എത്ര മോശമാണ്. പുതിയ തലമുറക്കുള്ള മുന്നറിയിപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമം കാണിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ധരിക്കരുത് അള്ളാഹ് അറിയാത്തത് കൊണ്ട് സംഭവിക്കുകയാണ് എന്നുള്ളത്. ഇന്നമാ നുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിനത്തിലേക്ക് വേണ്ടി നിന്നെ നീട്ടിയിടുകയാണ്, അയച്ചുവിടുകയാണ്. തനസ്തദരിജുഹും മിൻ ഹൈഥു ലാ യഅലമൂൻ. അറിയാതിരിക്കുമ്പോഴായിരിക്കും അള്ളാഹു പിടികൂടുക. അറിയാത്ത രൂപത്തിൽ അവരെ അള്ളാഹു ഇങ്ങനെ അയച്ചുവിടും. അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ആരും മുക്തരല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ് സമുദായത്തിന്റെ, സമൂദ് സമുദായത്തിന്റെ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത്. നിങ്ങളെക്കാൾ വലിയ ശക്തന്മാരായിരുന്നു അവർ. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർളി വലാ ഫിസ് സമാ. ഒരാൾക്കും അള്ളാഹുവിനെ അശക്തനാക്കാൻ കഴിയില്ല, പരാജയപ്പെടുത്താൻ കഴിയില്ല. ഫഗശ്ശാഹ മാ ഗശ്ശാ. അവരെ വലയം ചെയ്യാനുള്ളതെല്ലാം വലയം ചെയ്തു. സ്വൈഹത്ത് അവരെ പിടികൂടി. കുല്ലൻ അഖദ്നാ ബിദംബിഹി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ വമിൻഹും മൻ അഗ്റഖ്നാ. ചരൽ മഴ കൊണ്ട് വർഷിപ്പിച്ചു, അവരെ നശിപ്പിച്ചു. വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു ഫിറഔനെ പോലെ. വമിൻഹും മൻ അഗ്റഖ്നാ വമിൻഹും മൻ ഖസഫനാ ബിഹിൽ അർള്. ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു ഹാറൂനിനെ പോലെ. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. ഇതൊന്നും അള്ളാഹു അവരോട് ചെയ്ത അനീതിയല്ല, സ്വന്തത്തെ ആക്രമിച്ചതിലൂടെ അവർക്ക് അവരുടെ കർമ്മങ്ങളുടെ അനന്തരഫലമായിട്ട് അവർ അനുഭവിച്ചതാണ്. അതാണ് വലയം ചെയ്തു എന്ന് പറഞ്ഞാൽ അഗശ്ശാഹ മാ ഗശ്ശാ. വലയം ചെയ്യേണ്ടതെല്ലാം അവരെ വലയം ചെയ്തു, മൂടേണ്ടതെല്ലാം മൂടി. ഫബിഅയ്യി ആലാഇ റബ്ബിക തതമാറ. എന്നിട്ടും ഫബിഅയ്യി ആലാഇ റബ്ബിക തതമാറ. നിന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന്, ആലാ എന്ന് പറഞ്ഞാൽ നിഅമത്താണ്. എന്തിനാണ് തതമാറ? മിറിയത്ത്, സംശയിക്കുക. റബ്ബിന്റെ ഏത് അനുഗ്രഹത്തിന്റെ വിഷയത്തിലാണ് നീ സംശയിക്കുന്നത്, നീ തർക്കിക്കുന്നത്? പടച്ചവന് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നത് ദൃക്സാക്ഷി വിവരണമാണ്.
നമുക്ക് ദൃഷ്ടിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അള്ളാഹു അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ നിരാകരിച്ച ആളുകൾക്ക് നൽകിയ ശിക്ഷ നിന്റെ മുന്നിലുണ്ടായിരിക്കുമ്പോ നിനക്കെങ്ങനെയാണ് നിന്റെ പര്യവസാനത്തെക്കുറിച്ച് സംശയത്തിലാകാൻ കഴിയുന്നത്? ആ നാഥന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കാൻ കഴിയുന്നത്, അവനെ നിഷേധിക്കാൻ കഴിയുന്നത്? ഹാദാ നദീറും മിനൻ നുദിരിൽ ഊല. ഇതൊരു വാണിംഗ് ആണ് കേട്ടോ. മുൻഗാമികൾക്കൊക്കെ നൽകപ്പെട്ട ഒരു നുദറാണ്, ഒരു താക്കീതാണ്. ഇതൊക്കെ അവരിൽ സംഭവിച്ചതാണ്, അത് നിങ്ങൾക്കുള്ളൊരു താക്കീതാണ്. അതുകൊണ്ട് പടച്ചവനെ തിരിച്ചറിഞ്ഞ ആരാധനകൾ അവനിൽ മാത്രം അർപ്പിച്ചു നന്മകളിൽ മുന്നേറിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ അള്ളാഹുവിന് നിഷ്പ്രയാസം സാധിക്കും. എന്നിട്ട് അന്ത്യസാളിൽ വരാനിരിക്കുന്ന ഭയാനകമായ ആ ബീഭത്സമായ അവസ്ഥയെക്കുറിച്ചുള്ള ആയത്തുകളാണ് ശേഷം വരുന്നത്. ഇൻഷാ അല്ലാഹ് അതോടുകൂടി അടുത്ത ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ കോഴ്സ് അവസാനിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. أعوذ بالله من الشيطان الرجيم. وقوم نوح من قبل إنهم كانوا هم أظلم وأطغى والمؤتفكة أهوى فغشاها ما غشى فبأي آلاء ربك تتمارى هذا نذير من النذر الأولى. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. آمين. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله.